എന്തുകൊണ്ടാണ് 2016 ശേഷം ഈ അവസ്ഥയിൽ മാറ്റം വന്നത്? എന്തുകൊണ്ടാണ് 2021 കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് തീരുമാനിക്കുന്നതിനിടയായത്? ഒറ്റ കാരണമേ ഉള്ളൂ, എൽ ഡി എഫ് കേരളത്തിൽ അധികാരത്തിലുണ്ടായി. എൽ ഡി എഫ് എന്നത് എന്താണ് പ്രത്യേകത? ഈ പറഞ്ഞ നയമല്ല, ആഗോളവൽക്കരണ നയമല്ല, കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നയമല്ല എൽ ഡി എഫ് നടപ്പാക്കുന്നത്. ബദൽ നയമാണ്. അത് മനുഷ്യപക്ഷത്താണ്, പാവപ്പെട്ടവരോടൊപ്പമാണ്. അതുകൊണ്ടാണ് 64,006 കുടുംബങ്ങൾ അതിദരിദ്രാവസ്ഥയിലുണ്ട് എന്ന് കേട്ടപ്പോൾ അവരെ ആ അവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചുകൂടെ എന്ന് എൽ ഡി എഫ് ചിന്തിക്കാനിടയായത്. അതിൻ്റെ ഭാഗമായാണ് സർക്കാർ നടപടികൾ സ്വീകരിച്ചത്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മികവാർന്ന രീതിയിൽ സഹകരിച്ചു. 64,006 കുടുംബവും അതിദാരിദ്ര്യമുക്തമായതിനു ശേഷമാണ് അതിദാരിദ്ര്യമുക്തമായി എന്ന് പ്രഖ്യാപിച്ചത്. എന്തുകൊണ്ട് എൽ ഡി എഫ് എന്ന് ചോദിക്കുന്നവരോട് ഇതുകൊണ്ടൊക്കെ തന്നെ എൽ ഡി എഫ് എന്ന് ജനങ്ങൾ മറുപടി പറയുകയാണ്. അതല്ലേ വസ്തുത? നമ്മുടെ വിദ്യാഭ്യാസ രംഗം 2011-16 കാലത്ത് എത്ര വൻതോതിലാണ് തകർന്നു പോയത്? പൊതുവിദ്യാഭ്യാസ മേഖല രക്ഷപ്പെടില്ല എന്നല്ലേ കരുതിയത്? ആയിരക്കണക്കിന് സ്കൂളുകളായിരുന്നില്ലേ അടച്ചുപൂട്ടേണ്ട ലിസ്റ്റിൽ? ചിലത് അടച്ചു പൂട്ടിപ്പോയല്ലോ. കുട്ടികൾ നല്ലതുപോലെ കൊഴിഞ്ഞു പോകുമായിരുന്നില്ല. 5 ലക്ഷം കുട്ടികളല്ലേ കൊഴിഞ്ഞു പോയത്? ഇതൊക്കെ സംഭവിച്ചതല്ലേ ഈ കേരളത്തിൽ? എല്ലാവരും വേദനിച്ചില്ലേ? എൽ ഡി എഫ് വന്നപ്പോൾ എന്താ ചെയ്തത്? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. നല്ല മാറ്റം പൊതുവെ ഉണ്ടായി. എങ്ങനെയാ മാറിയത്? 5000 കോടി രൂപയാണ് അതിനുവേണ്ടി പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചത്. സ്കൂളുകളെല്ലാം നവീകരിക്കപ്പെട്ടു. 45,000 ക്ലാസ് മുറികളാണ് സ്മാർട്ട് ക്ലാസ്സുകളായത്. സ്കൂളുകൾ ഹൈടെക്കായി. വലിയ സൗകര്യം. അക്കാദമിക് തലത്തിലും മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും മികവാർന്ന പൊതുവിദ്യാഭ്യാസ രംഗം കേരളത്തിൻ്റേത്. നീതി ആയോഗിൻ്റെ അടക്കം പ്രശംസ പിടിച്ചു പറ്റുന്നു. ഇത് എൽ ഡി എഫ് അല്ലെങ്കിൽ സാധിക്കുമായിരുന്നു? 2016-21 കാലം വലിയ തോതിൽ തകർന്നു പോകുന്ന പൊതുവിദ്യാഭ്യാസ മേഖലക്കാണ് പ്രാധാന്യം കൊടുത്തത്. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയും ശ്രദ്ധിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കാര്യങ്ങൾ ആലോചിക്കാൻ അന്നത്തെ വൈസ് ചാൻസലർമാരുടെ യോഗം ചേർന്നു. അവരുടെ ഒരു ചെറിയ ചോദ്യം: ദേശീയ തലത്തിലുള്ള 100 സ്ഥാപനങ്ങൾ, അതിൽ കേരളത്തിൽ നിന്നുള്ള സ്ഥാപനങ്ങൾ എത്രയുണ്ട്? ഉത്തരവില്ല. എന്താ കാരണം? ഒന്നുമില്ല. ഇതായിരുന്നു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സ്ഥിതി. നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് ഭയങ്കര നേട്ടം നേടുന്ന നാടാണ് എന്ന് പൊതുവെ നമ്മളെല്ലാവരും അഭിമാനം കൊള്ളാറുണ്ട്. പക്ഷെ നിലവാരം ഇതായിരുന്നു. അവിടും തുടങ്ങി ഇതിൽ മാറ്റം കുറിക്കാൻ.